അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. ഫോർ സം തീറ്റ എലമെന്റ് ഓഫ് 0 to pi/2, let the eccentricity and the length of lattice rectum of the hyperbola x square minus y square sec square theta equal to 8 be E1 and L1 respectively, and let the eccentricity and the length of the lattice rectum of the ellipse x square sec square theta plus y square equal to 6 be E2 and L2 respectively. If E1 square is equal to E2 square into sec square theta plus 1, then L1 L2 by E1 E2 into tan square theta is equal to. ഇവിടെ രണ്ട് ഒരു എലിപ്സും ഒരു ഹൈപ്പർബോളയും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഹൈപ്പർബോള എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 8. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുന്നു എക്സ് സ്ക്വയർ ബൈ 8 മൈനസ് വൈ സ്ക്വയർ ബൈ 8 കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഹൈപ്പർബോളയിൽ പിന്നെ എക്കും ബിക്കും അങ്ങനെ കൺഫ്യൂഷൻ ഇല്ല. അതായത് പോസിറ്റീവിന്റെ അടിയിലുള്ളതാണ് എ. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 8, ബി സ്ക്വയർ ഈക്വൽ ടു 8 കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ അതിന്റെ E1ഉം L1ഉം E1 എന്താണ്? റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ് ഫോർ എ ഹൈപ്പർബോള. അത് ഇവിടെ റൂട്ട് ഓഫ് 1 പ്ലസ് 8 കോസ് സ്ക്വയർ തീറ്റ ബൈ 8 റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ് E1. അതേപോലെ L1 എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b സ്ക്വയർ ബൈ എ. L1 2b സ്ക്വയർ ബൈ എ അത് എഴുതുന്നു. L1 is equal to 2b സ്ക്വയർ ബൈ എ 2 ടൈംസ് ബി സ്ക്വയർ 8 കോസ് സ്ക്വയർ തീറ്റ ബൈ എ എന്താണ്? എ റൂട്ട് 8. എ റൂട്ട് 8 ആണ്. എ സ്ക്വയർ 8 ആകുമ്പോൾ എ റൂട്ട് 8. അപ്പോ 2 റൂട്ട് 8 കോസ് സ്ക്വയർ തീറ്റ ആണ് L1. അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 2 റൂട്ട് 2 അപ്പോ 4 റൂട്ട് 2 കോസ് സ്ക്വയർ തീറ്റ ആണ് L1. ഇത് ഹൈപ്പർബോള. ഇനി എലിപ്സ് നോക്കാം. എലിപ്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ സീക് സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 6. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഇവിടെ എ ഏതാണ്, ബി ഏതാണ്? മേജർ ആക്സിസിന് ഏതാണോ വലുത്, ഇതിൽ ഏതാണോ വലുത് അതാണ് എ. ഏതാണോ ചെറുത് അതാണ് ബി. ഇതിൽ ഏതാണ് വലുത്? ഇതാണ് വലുത്. 6 ആണ് വലുത്. അപ്പൊ ഇതാണ് എ. എ സ്ക്വയർ ഈക്വൽ ടു 6, ബി സ്ക്വയർ 6 കോസ് സ്ക്വയർ തീറ്റയാണ്. E1 റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ് ഒരു എലിപ്സിന്. ഇത് E2 ആണ് ഇവിടെ. അപ്പോ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ഇവിടെ 6 കോസ് സ്ക്വയർ തീറ്റ ബൈ 6 റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അതാണ് E2. ഇനി L2 ഈക്വൽ ടു 2b സ്ക്വയർ ബൈ എ 2 ഇൻറ്റു ബി സ്ക്വയർ 6 കോസ് സ്ക്വയർ തീറ്റ എ റൂട്ട് 6. അപ്പോ 2 റൂട്ട് 6 കോസ് സ്ക്വയർ തീറ്റ L2 അതുമായി. ഇനി പറഞ്ഞിട്ടുള്ളത് E1 സ്ക്വയർ ഈസ് ഈക്വൽ ടു E2 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സീക് സ്ക്വയർ തീറ്റ. E1 സ്ക്വയർ ഈക്വൽ ടു E2 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സീക് സ്ക്വയർ തീറ്റ. E1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. E2 സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. E2 സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇതിനെ 1 പ്ലസ് 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് സൈൻ സ്ക്വയർ തീറ്റ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു 1. കാരണം ഇവിടെ തീറ്റ എലമെന്റ് ഓഫ് 0 to pi/2 ആണ്. അപ്പൊ ടാൻ തീറ്റ എന്തായാലും പോസിറ്റീവ് വരുള്ളൂ. അങ്ങനെ ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ്. സോ തീറ്റ ഈക്വൽ ടു pi/4. തീറ്റന്റെ വാല്യൂ കിട്ടി. അത് കൊടുത്താൽ ഇനി ബാക്കി എല്ലാം കിട്ടും. തീറ്റ pi/4 ആണ്. അപ്പൊ എന്താണ് കാണേണ്ടത്? L1 L2 ബൈ E1 E2 ടാൻ സ്ക്വയർ തീറ്റ. എന്താണ് L1 L2? ഇതാണ് L1 L2. L1 L2 എന്ന് പറയുമ്പോൾ 4 റൂട്ട് 2 കോസ് സ്ക്വയർ തീറ്റ 4 root 2 cos square theta, 2 root 6 cos square theta.
ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ E1 E2 E1 E2 അത് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. തീറ്റ ആണെങ്കിൽ π/4 ആണ്, നേരത്തെ കണ്ടുപിടിച്ചതാണല്ലോ. തീറ്റ ഈക്വൽ ടു π/4. അപ്പൊ ഇത് 1 ആയി. ബാക്കി ഇത് 8 റൂട്ട് 12 കോസ് സ്ക്വയർ തീറ്റ എത്ര 1/2, മറ്റേ കോസ് സ്ക്വയർ തീറ്റയും 1/2. ഇത് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് റൈസ് ടു 4 തീറ്റ. അപ്പൊ ഇവിടെ 2 റൂട്ട് 3 1 മൈനസ് 1/4 അല്ലേ. അപ്പൊ 4 ഇൻറ്റു റൂട്ട് 3/2 8 വരും. 8 ആണ് നമ്മുടെ ആൻസർ. 8 ആണ് ആൻസർ.